കഴിഞ്ഞ ദിവസം നെടുങ്കണ്ടത്ത് മോഷണ ശ്രമത്തിനിടെ യുവതിയെ വെട്ടിപ്പരുക്കേൽപ്പിച്ച സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത്. പ്രതികളെന്ന് സംശയിക്കുന്നവർ നടന്നുപോകുന്ന ദൃശ്യങ്ങൾ സിസിടിവിയിൽ പതിഞ്ഞു. ദൃശ്യങ്ങളിൽ കാണുന്നവർ വിദ്യാർത്ഥികളാണ്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രോഹിണി ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. നിതിൻ തോമസ് വിവരങ്ങളുമായി. നിതിൻ, എന്താണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത്? ആക്രമിച്ചത്, അതായത് ഇവിടെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കവേ പിന്നിൽ പൊത്തുകയും അതിനുശേഷം യുവതി അതിനെ എതിർക്കാൻ ശ്രമിച്ചപ്പോൾ കൈക്ക് വെട്ടി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. അത്തരത്തിലായിരുന്നു ആ ഒരു സംഭവം നടന്നത്. അതിന് പിന്നാലെ പോലീസ് കേസെടുത്ത്, നെടുങ്കണ്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. നിലവിൽ ഇപ്പോൾ അവിടുത്തെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ CCTV ദൃശ്യങ്ങളിൽ പ്രതികളെന്ന് സംശയിക്കുന്നവരെയാണ് ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിരിക്കുന്നവരെയാണ് പ്രതികളെന്ന് നിലവിൽ സംശയിക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾ എന്നാണ് സംശയം. അങ്ങനെയെങ്കിൽ നിലവിൽ ഈ കേസ് എടുത്തിരിക്കുന്നത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് കൈമാറേണ്ടി വരും. എന്നാൽ ഈ പ്രതികളെ തിരിച്ചറിയാൻ ഈ യുവതിക്ക് സാധിക്കില്ല. ഈ യുവതിയുടെ മുഖത്തും എല്ലാം തന്നെ പിന്നിൽ നിന്നും ചെളി വാരി പൊത്തിയിരുന്നു. തിരിച്ചറിയാൻ സാധിക്കുകയില്ല. ബാക്കി ആ പ്രദേശത്തുള്ള CCTVകൾ ഒക്കെ തന്നെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ പ്രതികളെന്ന് ഈ നിലവിൽ സംശയിക്കുന്നവർ തന്നെയാണ് പ്രതികളെങ്കിൽ അത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് കൈമാറേണ്ടി വരും. 9-10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെന്നാണ് നിലവിൽ പോലീസിനുള്ള സംശയം. 9-10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഈ മോഷണ ശ്രമം, അതുപോലെ തന്നെ അതേ തുടർന്ന് കൊലപാതക ശ്രമം നടത്തിയത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന. അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്.